പാർലമെൻറ്റ് ഇത് സഭ കൂടുന്നതിന് മുന്നേ രാഹുൽ ഗാന്ധി പുറത്തു പോയി വിദേശത്ത് പോയിട്ട് വരുന്നൊരു സ്വഭാവം വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ്. അത് ഈ ഫോറിൻ ഫണ്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ സ്ട്രാറ്റജി തീരുമാനിക്കാനും ആണെന്നൊക്കെയുള്ള ഒരു ആരോപണമുണ്ട്. അത് ശരിയായിരിക്കും? ഫണ്ടിങ്ങിനൊന്നും പോകുന്നതല്ല. പുള്ളി എന്തോ മറ്റൊന്ന് സ്വകാര്യ ആവശ്യത്തിന് പോകുന്നതാണ്. അത് ഈ ഇതുപോലത്തെയൊക്കെ രഹസ്യയാത്ര നടത്തിയാലേ അതേ ചൊല്ലി ഇല്ലാത്ത അപവാദമൊക്കെ ഉണ്ടാകും. ഈ രാഹുൽ ഗാന്ധി പണ്ടൊരു കൊളംബിയക്കാരി പെണ്ണുമ്പിളയായിട്ട് ഇതിലേക്ക് നടന്നു പോയതല്ലേ. കുമരകത്ത് വന്നായിരുന്നല്ലോ. കുമരകത്ത് വന്നു. എല്ലായിടത്തും അതിനെയും കൊണ്ട് നടക്കുമായിരുന്നു. എന്ത് ചെയ്തു? അതിനെ കൊന്നോ തിന്നോ കുഴിച്ചും കൂടിയോ എന്താ ചെയ്തത്? ആർക്കും അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾ മുങ്ങിക്കഴിയുമ്പോൾ ആളുകൾക്ക് വേണ്ടാത്ത സംശയമൊക്കെ തോന്നും. ഡൽഹിയിൽ പറഞ്ഞു കേൾക്കുന്നൊരു അപവാദം ഇങ്ങനെ ഡീടോക്സിഫിക്കേഷന് പോവുകയാണ്, ഡ്രഗ്സ് ഉപയോഗിക്കും, അതൊരു പരിധി കഴിയുമ്പോൾ പിന്നെ അത് എടുത്തു കളയുന്ന എന്തോ ചികിത്സയുണ്ട് പോയി എനിക്കറിഞ്ഞു. അതിനാണ് ഈ പോകുന്നത്. അതുകൊണ്ടാണ് പുള്ളി പുറത്ത് പറയാതെ പോകുന്നത് എന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഈ കൊളംബിയക്കാരിയെ പോലെ മറ്റ് പല കാര്യങ്ങളും ഉണ്ടെന്നും അതിനൊക്കെയാണ് പോകുന്നതെന്നും പറയും. ആർക്കറിയാം ഇതെന്താ? ഒരു കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയാതെ ഇത് എവിടെ പോകണമെങ്കിലും അവരേതായാലും അറിയില്ല, ഇമിഗ്രേഷനിലുള്ളവരും സംഗതിയൊക്കെ. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഇങ്ങനെ എവിടെ പോകുന്നു എന്നൊക്കെ ഉള്ളത്. പേഴ്സണൽ ഡീറ്റെയിൽ ആയതുകൊണ്ട് അവർ പുറത്ത് വിടുന്നില്ല. പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുമൊന്നും വേണ്ട. അതൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയുള്ള എന്നുവെച്ചാൽ ഇവർക്ക് കാശ് കൊടുത്ത് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്, ഇവരുടെ ആവശ്യമല്ല. ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക എന്നുള്ളത് യോഗേന്ദ്ര യാദവിൻ്റെ ആവശ്യമല്ല, മറ്റവൻ്റെ ആവശ്യമാണ്, ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെയൊക്കെ ആവശ്യമാണ്. അപ്പോൾ അവർ യോഗേന്ദ്ര യാദവ് എവിടെ ഇരിക്കുന്നു തപ്പി എടുത്തിട്ട് കാശ് തന്നിട്ട് പോകും. അതുകൊണ്ട് പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് ഇവർ പുറത്ത് പോകേണ്ട കാര്യമില്ല. ഈ പാർലമെൻറ്റ് സെഷൻ ഇപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ചയാവും. നിർണായകമായ ബില്ലുകൾ ഉണ്ടാവുമോ? എന്തായിരിക്കും ഏകദേശം? നിർണായകമായ ബില്ലുകളൊന്നും തന്നെ ഇതിലില്ല, അജണ്ടയിലില്ല. അജണ്ട റിലീസ് ചെയ്ത് മിനിഞ്ഞാന്ന് വന്നിരുന്നു ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന്. അതിൽ എന്തോ ഒരു ഇൻകം ടാക്സ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, അതെന്തുകൊണ്ടാണ് ആർക്കും അറിയില്ല. അതുകൊണ്ട് വന്ദേ മാതരം അതിന് ഈ ജനഗണമനയുടെ സ്റ്റാറ്റസ് കൊടുത്തിട്ട് അത് റെഗുലേറ്റ് ചെയ്യുക, എവിടെയൊക്കെ അത് ചൊല്ലണം, എത്ര ചൊല്ലണം, ആര് ചൊല്ലണം, അതിന് അപമാനിച്ചാലുള്ള ശിക്ഷ, ഇതൊക്കെയുള്ള ഒരു ബില്ല്. പിന്നെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്, അതാരും പറഞ്ഞു കേൾക്കുന്നില്ല, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ബിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇത് അടിസ്ഥാനമാണ്, NRC ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഒരാൾ എവിടെ ജനിച്ചു എന്ന് അറിയണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമല്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് പോപ്പുലറായിട്ട് അധികകാലമായിട്ടില്ല. എനിക്കൊന്നും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, അറിയാമോ? എനിക്കുമില്ല. ആ പരിപാടിയില്ലല്ലോ. പള്ളിക്കൂടത്തിൽ ചേർക്കാൻ പോകുമ്പോഴാണ് ആദ്യമായിട്ട് സാറ് ജനിച്ച തീയതി ചോദിക്കും, അത് കുറിച്ച് വയ്ക്കും. അത് SSLC ബുക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. പലരുടെയും തെറ്റായിരിക്കും. അതാണ് ഡേറ്റ് ഓഫ് ബുക്കാണ് SSLC ബുക്കാണ് കൊടുത്തുകൊണ്ട്. അപ്പോൾ SSLC ബുക്ക് ഈ ജനിച്ച ആളിന് വേറെ എവിടെയെങ്കിലും പോയിട്ട് SSLC പാസ്സാകാം. ഇയാൾ അവിടെ ജനിച്ചു എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? അതില്ല. അപ്പോൾ അത് ബർത്ത് സർട്ടിഫിക്കറ്റ് വഴിക്കാൻ ഇപ്പോഴാണ് കൂടുതലും ഈ പ്രസവം ആശുപത്രിയിലാകുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ. എന്ത് വാങ്ങിക്കോട്ടെ, അപ്പോൾ അത് ബർത്തും ഡെത്തും അതിൻ്റെ രജിസ്ട്രേഷൻ അതിലിനി എന്താ വരാൻ പോകുന്നറിയില്ല. കാരണം ടിൽ ഡേറ്റ് അത് സംസ്ഥാനങ്ങളുടെ ചുമതലയായിരുന്നു, ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ. അതിനെ കേന്ദ്രത്തിലേക്ക് എടുക്കുകയാണോ എന്താണെന്നറിയില്ല. അതൊരു NRCയുടെ തുടക്കമാണിത്, എഴുതി വെച്ചു. അപ്പോൾ ഈ ബില്ലുകളാണ് അജണ്ടയായിട്ട് ഉൾക്കൊള്ളിച്ച്. മറ്റേ വൺ നേഷൻ വൺ ഇലക്ഷനോ വിമൻസ് റിസർവേഷൻ ബില്ലോ ഡീലിമിറ്റേഷൻ ബില്ലോ ഒന്നും തന്നെ അജണ്ടയിൽ ചെയ്തിട്ടില്ല. അജണ്ടയിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുവരാൻ പാടില്ലായൊന്നുമില്ല. 1 മണിക്കൂർ നോട്ടീസിൽ ഏത് ബില്ലും കൊണ്ടുവരാം, സർക്കാരിന് അവകാശമുണ്ട്. 370 നേരത്തെ അജണ്ടയിൽ ഇല്ലായിരുന്നല്ലോ. അജണ്ടയിൽ വേണമെന്നില്ല. മാത്രമല്ല അജണ്ടയിലുള്ളത് കൊണ്ടുവരണമെന്നുമില്ല, അതും നിർബന്ധമില്ല.
അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു, എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നും ചോദിക്കാൻ പറ്റില്ല, സൗകര്യമില്ല, അതുകൊണ്ട് കൊണ്ടുവന്നില്ല.